ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെ കോളേജ് സ്കൂൾ റീൽസ് വീഡിയോസിൽ ട്രെൻഡിങ് കളിക്കുന്ന ഒരു ഗാങ്സിൻ്റെ ഒരു റീൽസ് വീഡിയോൻ്റെ ട്യൂട്ടോറിയലാണ്. അപ്പോൾ ആ ഒരു വീഡിയോ എങ്ങനെ നിങ്ങളവിടെ പ്രിവ്യൂ കണ്ടിട്ട് അപ്പോൾ ആ ഒരു വീഡിയോ ഈസി ആയിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അത് ക്രിയേറ്റ് ചെയ്യുക ഈസി ആയിട്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അത് ലാഡിപ്പിക്കണില്ല, വീട്ടിലേക്ക് കിടക്കും. അപ്പോൾ ഗൈസ്, നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ നമ്മുടെ CapCut എന്നുള്ള ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് CapCut എന്നുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ അവിടെ ഓപ്പൺ ചെയ്തിട്ട് മുകളിലത്തെ ന്യൂ പ്രൊജക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് ഒരു 2 വീഡിയോ ക്ലിപ്സ് നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു വീഡിയോസ് എങ്ങനെ ഷൂട്ട് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ ആ ഒരു പ്രിവ്യൂത്തെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ അവിടെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങളവിടെ ശ്രദ്ധിക്കാണ്ട്, ഫസ്റ്റത്തെ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ ഏത് ഫ്രെയിമിൽ വെച്ചിട്ടാണോ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് അതേ സെയിം ഫ്രെയിമിൽ തന്നെ നിങ്ങൾ സെക്കൻഡ് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ വീഡിയോസ് ഷെയ്ക്കോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾ പക്ക നീറ്റായിട്ട് നിങ്ങൾ 2 വീഡിയോസ് നിങ്ങൾ അവിടെ ഷൂട്ട് ചെയ്തെടുക്കണം. ശേഷം നിങ്ങൾ താഴത്തെ ആഡ് ഓഡിയോ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഗാലറിയിൽ നമുക്ക് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ടെലഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അവിടെ ആഡ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത് ഈ മ്യൂസിക്കിൻ്റെ ബീറ്റിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫസ്റ്റത്തെ വീഡിയോ ക്ലിപ്പിൻ്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്തിട്ട് ആ ഒരു ഫസ്റ്റത്തെ വീഡിയോ ക്ലിപ്പിന് നമ്മൾ ചെറിയൊരു സ്ലോമോ കൂടി സെറ്റ് ചെയ്തെടുക്കലാണ്. അപ്പോൾ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആഡ് ചെയ്തിട്ട് ഒന്നാമത്തെ വീഡിയോ ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഒരു ഒന്നാമത്തെ വീഡിയോ ക്ലിപ്പിൻ്റെ ഡ്യൂറേഷൻ പറയുന്നത് കറക്റ്റ് 7.9 സെക്കൻഡാണ്. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്ന ഒരു സെക്കൻഡിൻ്റെ എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് അവിടെ 7.9 സെക്കൻഡ് വരുന്ന രീതിക്ക് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോക്ക് നിങ്ങൾ അവിടെ താഴത്തെ ഒരു സ്ലോമോ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മൾ ഇവിടെ സ്ലോമോ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഫസ്റ്റത്തെ വീഡിയോ ക്ലിപ്പിന് അവിടെ 7.9 സെക്കൻഡ് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന 2 വീഡിയോസിൻ്റെ ഗ്യാപ്പിലായിട്ട് ഒരു വൈറ്റ് ബോക്സ് ഉണ്ടാവും. ആ ഒരു വൈറ്റ് ബോക്സ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരുപാട് ട്രാൻസിഷൻ്റെ ഒരു എഫക്റ്റ് കാര്യങ്ങളൊക്കെ കാണിക്കും. അതിൽ നിങ്ങൾക്ക് അവിടെ മിക്സ് ചെയ്യുന്നുള്ള ഒരു എഫക്റ്റ് ഉണ്ട്. അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് താഴത്തെ ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആഡ് ചെയ്തതിൽ 2ാമത്തെ വീഡിയോ ക്ലിപ്പിൽ നിങ്ങൾ അവിടെ സ്ലോമോ സെറ്റ് ചെയ്തിട്ട് ആ ഒരു വീഡിയോൻ്റെ ഡ്യൂറേഷൻ പറയുന്നത് നമ്മൾ മ്യൂസിക് എവിടെ വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ആ ഒരു വീഡിയോൻ്റെ എൻഡിങ് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോൻ്റെ എൻഡിങ് നിങ്ങൾ ആ മ്യൂസിക്കിന് എൻഡിനനുസരിച്ച് സെറ്റ് ചെയ്യാനാണ് സ്ക്രീനിൽ കാണിക്കുന്ന പോലെ. ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് നമ്മൾ സ്ലോമോ സെറ്റ് ചെയ്തിട്ട് 2 വീഡിയോസിനും കൊടുത്തിട്ടുള്ള ഒരു സ്ലോമോ നമ്മൾ ഇനി സ്മൂത്ത് ആയിട്ട് കൊടുക്കലാണ്. അപ്പോൾ അതിനായി നിങ്ങൾ സ്ലോമോ സെറ്റ് ചെയ്ത പോലെ നിങ്ങൾ സ്പീഡ് ഓപ്ഷൻസ് പോയിട്ട് ആ ഗ്രാഫിലേക്ക് പോകുമ്പോൾ താഴായിട്ട് നിങ്ങൾക്ക് അവിടെ മേക്ക് ഇറ്റ് സ്മൂത്തർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് അതിൽ ബെറ്റർ ക്വാളിറ്റി കൊടുക്കുക. അപ്പോൾ ചില ലോഡിംഗ് അവിടെ നടക്കും. ആ ലോഡിംഗ് അവിടെ ഫിനിഷിംഗ് ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്ലോമോ കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതേ സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾ 2ാമത്തെ വീഡിയോക്ക് സ്മൂത്ത് ആയിട്ടുള്ള സ്ലോമോ സെറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മൾ 2 വീഡിയോസിനെ സ്ലോമോ നമ്മൾ സ്മൂത്ത് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് നമ്മൾ ആഡ് ചെയ്തിട്ട് 2 വീഡിയോസിന് ചെറിയ എഫക്റ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യലാണ്. അപ്പോൾ അതിനായി നിങ്ങൾ ആഡ് ചെയ്തിട്ട് ഒന്നാമത്തെ വീഡിയോ ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് താഴത്തെ ടൂൾ ബോക്സിൽ എഫക്റ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ വീഡിയോ എഫക്റ്റ് ബോഡി എഫക്റ്റ് ഉണ്ടാവും. അതിൽ വീഡിയോ എഫക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഒന്നാമത്തെ വീഡിയോ ക്ലിപ്പിൻ്റെ എഫക്റ്റ് ആയിട്ട് നിങ്ങൾ അതിൽ ബേസിക്കലി നിങ്ങൾക്ക് ഹലോ ബ്ലർ എന്നുള്ളൊരു ബ്ലറിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും, ലെൻസ് ബ്ലർ. അത് നിങ്ങൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ 2ാമത്തെ വീഡിയോ ക്ലിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് നിങ്ങൾ വൈറ്റ് ലൈന് കൊണ്ട് വെച്ചിട്ട് അതിൽ ബേസിക്കലി നിങ്ങൾക്ക് അവിടെ ഷെയ്ക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് നിങ്ങൾ അവിടെ സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഷെയ്ക്ക് എന്നുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ നിങ്ങൾ അതിൻ്റെ താഴത്തെ ഒരു ഇന്റൻസിറ്റി എന്നുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ ഒരു 8, 9, 10ലേക്ക് നിങ്ങൾ അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഈ 2 വീഡിയോസിന് ഒരു എഫക്റ്റ് കാര്യങ്ങളൊക്കെ കൂടി അവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ക്രിയേറ്റിംഗ് കൂടി ഫിനിഷിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ മനസ്സിലായിട്ട് വിചാരിക്കണം. അപ്പോൾ ചെറിയ വീഡിയോക്ക് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശിച്ച് കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ ഇൻസ്റ്റാഗ്രാമിലായിട്ട് യൂസ്ഫുൾ ആയിട്ട് ട്രെൻഡിംഗ് ആയ കണ്ടന്റ് വീഡിയോസിൽ നിങ്ങൾ സ്ഥലം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൊണ്ട് മെൻഷൻ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ വീഡിയോ അപ്ലോഡ് നിങ്ങൾക്ക് ജസ്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.